ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാനറ്റോക്സ്. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ കണ്ടു നിർത്തിയത് ബ്യോൺമൂജിൻ എന്ന് പറയുന്ന എയോന്റെ ഹസ്ബൻഡ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതും വെറുതെ ഒന്നുമല്ല, ആ ഒരു വില്ലയുടെ ഓണർ ആയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും ആദ്യമേ ഇവർ കണ്ട വ്യക്തി യഥാർത്ഥ ഓണർ അല്ല എന്ന് മനസ്സിലാക്കിയതിലും അയാൾ ഇദ്ദേഹത്തിന്റെ ഒരു ഏജന്റ് ആണെന്ന് മനസ്സിലാക്കിയതിലും ബ്യോൺമൂജിൻ ഇപ്പൊ സ്വന്തം പൈസ കൊണ്ട് ഈ ഒരു വില്ല തന്നെ വാങ്ങിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയതിലും വളരെയധികം ഷോക്കിലാണ് ഫുള്ള് ഫാമിലി നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ 11 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എയോന്റെയും മൂജിന്റെയും ഡിവോഴ്സിന് ശേഷം ഇവർ കോർട്ടിന് പുറത്തിറങ്ങിയിട്ടുള്ള സംസാരമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏവൻ പറയുകയാണ്, ഇയാളെ കണ്ടുമുട്ടിയതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ആകപ്പാടി സംഭവിച്ച ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണെന്നും പറയുന്നുണ്ട്. ബ്യോൺമൂജിൻ പണ്ട് കുറെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതെല്ലാം പൊട്ടി പാളീസായതാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സും പൊട്ടിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല ഏവൻ സ്വന്തമായിട്ടൊരു കട സ്റ്റാർട്ട് ചെയ്ത് അതൊന്ന് പച്ചപിടിച്ച് വന്നപ്പോഴേക്കും ബ്യോൺമൂജിൻ കാരണം അതും നശിച്ചുപോയി. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു വില്ല തന്നെ മേടിക്കത്തക്ക റിച്ച് ആയിട്ടുള്ളതെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. ഇപ്പൊ കത്തിപ്പോയ ഓണറിന്റെ അപ്പാർട്ട്മെന്റില് അവിടെ തന്നെ റിനോവേറ്റ് ചെയ്ത് താമസിക്കാനാണ് നമ്മുടെ ബ്യോൺമൂജിന്റെ തീരുമാനം. ഈ സമയം അയാളുടെ കൂടെ നമ്മുടെ ഹ്യോൺജയും ഉണ്ട്. അവര് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഹ്യോൺജയെ പോലെയല്ല നമ്മുടെ മിറയും അവളുടെ അച്ഛനും തമ്മിൽ നല്ലൊരു ടേംസിലല്ല. അവളാണ് അവളുടെ അച്ഛനെ വർഷങ്ങൾക്ക് മുന്നേ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്. ഇപ്പൊ ഹ്യോൺജ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അവൾ അച്ഛനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വീക്കെൻഡ് ആവുമ്പോഴത്തേക്കും അവിടുന്ന് മാറിക്കോളാമെന്ന്. അങ്ങനെ അമ്മയും മകളും കൂടെ 2-3 ദിവസമായിട്ട് പുതിയൊരു സ്ഥലം നോക്കി തപ്പി നടക്കുകയാണ്. പക്ഷെ എന്നാൽ ഒന്നും തന്നെ അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. ഈ സമയമൊക്കെ ബ്യോൺമൂജിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് റെനോവേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നുണ്ട്. എന്നാൽ മൂജിന്റെ ഓരോ നീക്കത്തിലും ഡൗട്ട് അടിക്കുന്ന ഒരേ ഒരു വ്യക്തി ആ ഒരു വില്ല് താമസിക്കുന്നുണ്ട്. അയാളാണ് ലീ. ഇപ്പൊ തേപ്പിയോങ്ങിനെ കാണിക്കുകയാണ്. അവൻ അവന്റെ വർക്കിന് പോകാനായിട്ട് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റിൽ ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് അവിടെ നമ്മുടെ മിറയും വരുന്നത്. എന്നാൽ അവള് വർക്കിന് ടെൻഷനിൽ ഫ്ലോർ നമ്പർ പ്രസ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. എന്നാൽ ഫോണിൽ അവള് നമുക്ക് 10th ഫ്ലോറിൽ വെച്ച് കാണാമെന്ന് പറയുന്ന കേട്ട് നമ്മുടെ തേപ്പിയോങ്ങും അവർക്ക് വേണ്ടിയിട്ട് 10th ഫ്ലോർ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പൊ ബ്യോൺമൂജിനെ കാണാനും വേണ്ടിയിട്ട് അവന്റെ ഏജന്റ് എത്തുകയാണ്. അയാളുടെ പേരാണ് ജെ. ഇവര് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ജെ പറയുന്നുണ്ട്, മുന്നത്തെ ഓണറിന്റെ കാര്യം നമുക്കത് പയ്യെ അങ്ങ് ആരും അറിയാതെ ഡീല് ചെയ്യാം എന്ന് പറയുകയാണ്. ഇപ്പൊ മിറയുടെ ഓഫീസിന് പുറത്താണെങ്കിൽ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മിറ അവനെ തേച്ചത് അയാൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് പകരം വീട്ടാണെന്ന രീതിയിൽ അവളുടെ ആ ഒരു കമ്പനിയുടെ ഫ്രണ്ടിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ നാണം കെടുത്താനും വേണ്ടിയിട്ട് അവൻ ഫ്രണ്ടിൽ വന്ന് പറയുന്നുണ്ട്, നീയല്ല എന്നെ തേച്ചത്, ഞാനാണ് ഇപ്പൊ നിന്നെ തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ നാണം കെടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ തിരിച്ച് നടന്നു പോകുന്ന വഴിക്കാണ് അവൾ താഴെ വീണ് അവളുടെ കാലൊന്ന് മുറിയുന്നത്. ഈ സമയമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ തേപ്പിയോങ് അവിടെ എത്തി അവളോട് സൈക്കിളിലേക്ക് കയറി ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അവൾ ആദ്യമേ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ കൊളീഗ്സ് ഒക്കെ അതിലേക്കൂടെ നടന്നു പോകുമ്പോൾ അവരെ ഫേസ് ചെയ്യാൻ ഒരു ചെറിയ ചമ്മല് കാരണം അവന്റെ കൂടെ ഇരുന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ പിന്നീട് അവർ ഒരിടത്ത് ഇരുന്നിട്ട് നമ്മുടെ തേപ്പിയോങ് പോയി അവക്ക് വേണ്ടിയിട്ട് ഒരു ബാൻഡേഡ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അവൾ അവനോട് താങ്ക്സും പറയുകയാണ്. ഇപ്പൊ മൂജിനെ കാണിക്കാണ്. അയാളുടെ കയ്യിൽ ഒരു വലിയ ടാറ്റോ ഉണ്ട്. മൂജിന്റെ തിരിച്ചുവരവിനെക്കാട്ടിലും എല്ലാവർക്കും ഡൗട്ട് അടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇയാള് ഇത്രയും റിച്ച് ആയതെന്നാണ്. രാത്രിയിൽ ഏയോണ്ണെ കാണുന്ന മൂജിൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ പറ്റിയിട്ട് ഒട്ടും ക്യൂരിയസ് അല്ലേ എന്ന്, എനിക്കൊന്നും തന്നെ പറ്റിയിട്ട് അറിയണ്ട എന്ന് അവൾ പറഞ്ഞ് കോൾഡ് ആയിട്ട് പോകുമ്പോ അവനൊരു ഓഫർ വെക്കുന്നുണ്ട്. നിങ്ങൾ മാറി താമസിക്കണമെന്നില്ല, റെന്റൊന്നും തരാതെ ഇവിടെ തന്നെ താമസിക്കാമെന്നും പറയുകയാണ്. ഒരു പക്ഷേ നം തേപ്പിയോങ്ങിന്റെയും നമ്മുടെ മിറയുടെയും തമ്മിലുള്ള ലവ് സ്റ്റോറിയെക്കാട്ടിലും വളരെ എക്സൈറ്റിംഗും ക്യൂരിയോസിറ്റി കൂട്ടുന്നതുമാണ് ഇവര് തമ്മിലുള്ള ലവ് സ്റ്റോറി. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ മിറ ഏയോണ്ണെ ഹെൻജയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അവനാണെങ്കിൽ ഒരു നാണം കൂടാതെ അവൻ അച്ഛനെ പൊക്കി പറഞ്ഞിട്ടുള്ള കുറെ പോസ്റ്റ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇത് കണ്ട മിറയും പറയുന്നുണ്ട്, നമുക്ക് ഇവനെ ഇവിടെ കളഞ്ഞിട്ട് പോയി മാറി താമസിക്കാമേ, അതായിരിക്കും നല്ലത് എന്ന് പറയാണ്. എന്തായാലും അന്നത്തെ ദിവസം ഏയോണ്ണെ കുറെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്തതുകൊണ്ട് തന്നെ ബ്യോൺമൂജിനെ വിളിച്ചു വരുത്തി സംസാരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മുഖവരയില്ലാതെ ഡയറക്റ്റ് ആയിട്ട് നീ എന്തിനാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നതെന്നും ചോദിക്കുകയാണ് അവള്. ഞങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവിടേക്ക് വന്നതെന്നും ചോദിക്കുമ്പോൾ അവൻ അത് ഇവഞ്ച്വലി അക്സെപ്റ്റ് ചെയ്യുകയാണ്. എന്തിനാ നീ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് അവളും ദേഷ്യപ്പെടുകയാണ്. അതിന്റെ റീസൺ എനിക്ക് അറിയണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ബ്യോൺമൂജിനും അവളുടെ കൈ പിടിച്ചിട്ട് അടുത്തേക്ക് നിർത്തിയിട്ട് ചോദിക്കുന്നത്, നിനക്ക് അത്രയ്ക്ക് എന്താ സ്വന്തമായിട്ട് അറിഞ്ഞൂടെ, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് പറയുകയാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതും നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ മിറയും അവിടെ ഓടിയെത്തുന്നത്. ഈ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കൈവിട് എന്നൊക്കെ നമ്മുടെ മിറയും അവിടെ നിന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. ഈ സമയമാണ് തേപ്പിയൊങ്ങും എവിടെ നിന്നില്ലാതെ ചാടി വന്ന് നമ്മുടെ മൂജിന്റെ കവളത്ത് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നത്.
പെട്ടെന്ന് ഏയാണ് നമ്മുടെ മൂജിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തെങ്കിലും പറ്റിയോന്നൊക്കെ നോക്കുമ്പോഴാണ് അയാളുടെ മൂക്കിൽ നിന്ന് ചോര എടുത്തോണ്ടിരിക്കുന്നത്. ആ സമയമാണ് നമ്മുടെ തേപ്പിയങ്ങ് മനസ്സിലാക്കുന്നത് അത് നമ്മുടെ മിറയുടെ അച്ഛനാണെന്ന്. മുകളിൽ നിന്ന് നോക്കിയപ്പോ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടി വന്ന് ചവിട്ടിയത് സോറി എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മുടെ മൂജിനാണെങ്കിൽ എടാ നിക്കടാ അവിടെ, നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മള് ഒരു മുന്നത്തെ സീൻ കാണിക്കുന്നുണ്ട്. ആ അപ്പാർട്ട്മെന്റില് തീ പിടിച്ച ദിവസത്തിന് മുന്നേ ഉള്ള രാത്രിയില് നമ്മുടെ ബെൺമൂജിനും മരിച്ച ഓണറും തമ്മില് രാത്രിയില് കുറച്ച് കുടിച്ചിട്ടൊക്കെ നടക്കുന്നതാണ്. ഓണർ ആണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് അയാളെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പൊ ബെൺമൂജിനും പറയുന്നുണ്ട് സാർ ഇനി എല്ലാം അവസാനിച്ചു, അതുകൊണ്ട് വിട്ടുകളയാൻ. അതെന്തായിരിക്കുമെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ട് കിടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മിറയാണ് കാണിക്കുന്നത്. അവളും അവളുടെ ഒരു കൂട്ടുകാരിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ സൈഡില് കുറെ പെമ്പിള്ളാര് നമ്മുടെ തേപ്പി അങ്ങനെ കാണാനും വേണ്ടിയിട്ട് ബഹളം കൂട്ടുന്നത്. അവളുടെ കൂട്ടുകാരിയും തേപ്പി അങ്ങനെ പറ്റിട്ട് പറയുന്നുണ്ട് 28 വയസ്സാണ് അവനുള്ളത്, പിള്ളേരെ തേക്കൊണ്ട് പഠിപ്പിക്കുകയാണെന്നൊക്കെ. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോ ഇതെല്ലാം നിന്നെ കാരണമാണ് ഞാൻ പഠിച്ചതെന്ന് നമ്മുടെ മിറയോട് അവളും പറയാണ്. കാരണം മിറ എന്ന ആശുപത്രിയില് പൊക്കിയെടുത്തോണ്ട് പോയ ശേഷമാണ് അവൻ ഇത്രയും ഫാൻ ഗേൾസ് ഒക്കെ വന്നത്. ഇപ്പൊ മിറയെ കണ്ടിട്ട് തേപ്പിയങ്ങും അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ് സോറി ചോദിക്കാനും വേണ്ടിട്ട് ഇന്നലെ നടന്ന കാര്യത്തിന്. ഇത് മനസ്സിലാക്കിയ മിറയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ പുറത്തെ വിളിച്ചോണ്ട് പോയിട്ട് അവനോട് ആരോടും ഇതൊന്നും പറയരുതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ ജോലി തെറിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. അത് കൂടാതെ അച്ഛനെ ഇന്നലെ ചവിട്ടിയ ഒരു രംഗം ചെറിയ രീതിയിൽ സാറ്റിസ്ഫൈങ് ആയിരുന്നെന്നും അവള് പറയുന്നുണ്ട്. ഇതേസമയം ഏയോനാണെങ്കിൽ ആ വില്ലയിൽ തന്നെ താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇത് മിറ അറിയുമ്പോൾ അവൾക്ക് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് എന്തായാലും ഒരു ലോൺ എടുത്ത് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാമെന്നാണ് അവള് പറയുന്നത്. ഓൾറെഡി കുറെ ലോൺ എടുത്ത് അത് അടച്ചു തീർക്കാനായിട്ട് പെട്ടുകൊണ്ടിരിക്കുന്ന പാട് അവർക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഇടയ്ക്ക് ഒരു ലോൺ എടുക്കുന്നത് അത് നല്ല കാര്യമല്ല എന്ന് ഏയോൺ പറയുമ്പോൾ മിറ ചോദിക്കുന്നത് അച്ഛൻ ഇത്രയ്ക്ക് റിച്ച് ആയിട്ട് തിരിച്ചു വന്നതുകൊണ്ട് അതാണോ അമ്മയുടെ മനസ്സ് പിടിച്ച് കുലിക്കിയതെന്ന്. അതൊന്നുമല്ല കാര്യമെന്ന് അമ്മയും ഉറപ്പുവരുത്തുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് മിറ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം അമ്മയ്ക്ക് നിങ്ങൾ പൈസ കൊടുക്കാനുണ്ടല്ലോ, ആ പൈസ ഇപ്പൊ തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അച്ഛനും അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ നിന്റെ അമ്മയെ ഒന്നും കൂടെ വളച്ചെടുക്കുമെന്ന് അയാൾ പറയാണ്. ആ റൂമിലേക്ക് കയറി ചെല്ലുന്നിടം വരെ ഈ ഒരു ആൻസർ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളും ഞെട്ടി നിൽക്കുമ്പോഴാണ് അയാളും പറയുന്നത് എനിക്ക് നിന്റെ അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന്. അത് എന്റെ അമ്മയാണ്, ഞാൻ അവരുടെ കൂടെ ജീവിക്കുമെന്ന് നമ്മുടെ മിറയും പറയുന്നുണ്ട്. ഇത് കേട്ട ബെൺമൂജിനും പറയുന്നുണ്ട് മിറേ നിന്നെ കണ്ടിട്ട് നീ ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നല്ലോ, ഞാൻ അവളെ നിന്നിൽ നിന്നും അടിച്ചെടുക്കും എന്നുള്ള രീതിയിൽ. ഇത് കേട്ട മിറയും ഒരു ടെൻഷനും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് മൂജിനും നമുക്കൊരു ബെറ്റ് വെച്ചാലോന്ന് ചോദിക്കുന്നത്. ഞാനും ഏയോണും ഒരുമിച്ചില്ലെങ്കിൽ ഞാൻ തരാനുള്ള പൈസ തന്നിരിക്കും, എത്രയാ വേണ്ടതെന്ന് മിറയോട് ചോദിക്കുമ്പോൾ അവളും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഈ 11 വർഷത്തെ എല്ലാ കണക്കും കൂടെ കൂട്ടി പലിശ സഹിതം നിങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു വില്ല തന്നെ തരണം എന്ന് പറയുകയാണ്. മൂജിനും അതിന് ഓക്കെ പറയുന്നുണ്ട്. 4 ആഴ്ച സമയമാണ് നമ്മുടെ മൂജിനും പറയുന്നത്. ഇനി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ നീയും ഹെൺജയും ആ കൂട്ടത്തിൽ തന്നെ ഇങ്ങി വരുമെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ മിറ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വില്ല കിട്ടിക്കഴിഞ്ഞാൽ ഈ വില്ലയിൽ നിന്ന് നിങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവിടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള അച്ഛന്റെ മകളുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത ദിവസം തന്നെ ഇവർ എഴുതി വെച്ചിരിക്കുന്ന ഈ സംഭവം കൊണ്ടുപോയി സീലൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മിറയാണെങ്കിൽ അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ആ മാസത്തേക്കുള്ള വാടകയും കൊടുക്കുന്നുണ്ട്. തീപിടുത്തമുണ്ടായ ദിവസത്തിന്റെ തലേന്ന് രാത്രിയില് മൂജിനും പഴയ ഓണറും നടന്നു പോകുന്നതൊക്കെ ആ വില്ലയില് വേറൊരു അപ്പൂപ്പൻ ശ്രദ്ധിച്ചിരുന്നു. ഈ തീപിടുത്തത്തിന് മൂജിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് ഈ അപ്പൂപ്പന് തന്നെ ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൂജിന് ഭയങ്കര പേടിയാണ് ഇയാൾക്ക്. നല്ല പേടി കാരണം അയാൾ പലതും ചിന്തിച്ചൊക്കെ കൂട്ടുന്നുണ്ട്. വീടിന്റെ കഥവിന്റെ ലോക്കൊക്കെ ചേഞ്ച് ചെയ്യാനും വേണ്ടിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൂപ്പനെ കൂടാതെ ലീ എന്ന് പറയുന്ന വ്യക്തിക്കും നല്ല സംശയമുണ്ട് ഇവനെ. ഇപ്പൊ കുറച്ചു പേരൊക്കെ കൂടി ചേർന്നിരുന്ന് നമ്മുടെ മൂജിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അവന്റെ പഴയ കാലം എങ്ങനെയായിരിക്കും, അവന്റെ കയ്യിലുള്ള ഗാങ്സ്റ്റേഴ്സിനെ പോലെയുള്ള ഒരു വലിയ ടാറ്റൂവിന്റെ കഥ എന്താണ്, ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണോ. അത് മാത്രമല്ല ലീ ഒരു കാര്യം കണ്ടുപിടിച്ചിരുന്നു. രാവിലെ റൂഫ് ടോപ്പിൽ വെച്ച് മൂജിൻ എന്തോ കത്തിക്കുന്നത്, എന്താണ് കത്തിച്ചതെന്ന് ചോദിച്ചപ്പോ തെളിവുകളെന്നും അയാൾ പറഞ്ഞിരുന്നു എന്ന്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നും അവസാനം സംസാരിച്ച് ഇയാൾ ചെയ്ത കൊല ഏയോണിനും മക്കൾക്കും അറിയാമെന്നും അവരിത് മറച്ചു വെക്കുകയാണെന്നും വരെ അവൾ ടോക്കിൽ എത്തിച്ചേരുകയാണ്. ഇപ്പൊ നമ്മുടെ ജിയോങ്ങിനെയാണ് കാണിക്കുന്നത്. ഹ്യോൺജയായിട്ട് സംസാരിക്കുന്നത്. എടാ നിന്റെ അച്ഛൻ എപ്പോഴാ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്, ഞാൻ ഇതുവരെ അയാളുടെ ഫേസ് ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോഴാണ് ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് അച്ഛനെ വിളിക്കുന്നത്. മൂജിനെ കണ്ട ഉടനെ തന്നെ ജിയോങ് വളരെ ഷോക്കായിട്ടിരിക്കുകയാണ്. ഇത്രയും നേരം ആരാന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പെട്ടെന്ന് തന്നെയാണ് ഒരു ഷോക്കിലേക്ക് മാറിയത്. അച്ഛന് ജിയോങ്ങിനെ അവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ജിയോങ് ആണ്, ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവര് പുറത്തേക്ക് പോവുകയാണ്. അവർ ഇത്രയും കാലം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ജീവിച്ചതെന്ന് ഹ്യോൺജെ അയാളോട് പറയുന്നുണ്ട്. മിറയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്തതും ഏയോൺ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നതും അവരുടെ കഷ്ടപ്പാടുകളൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ടിട്ട് ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിട്ട് നമ്മുടെ ഹ്യോൺജയ്ക്ക് കാർഡ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ്. ഈ സമയമാണ്
ശേഷമാണ് ഇവര് മുന്നേ താമസിച്ചിരുന്ന വില്ലയുടെ ഓണറിനെ ഇവര് കാണുന്നത്. ഹ്യോൺജിക്ക് അയാളെ ഒട്ടും ഇഷ്ടമല്ല, കാരണം ഇയാള് എയോണിനോട് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. എപ്പോഴും കുടിച്ചിട്ട് വന്നിട്ട് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമായിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട മൂജിനും അയാളെ ഒന്ന് നോട്ടം ഇട്ട് വെക്കുന്നുണ്ട്. തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ജിയോങ്ങിനെ അവൻ കാണുകയാണ്. ജിയോങ് അവനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ എയോണിനോടും ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് അവള് തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് അവനും ചോദിക്കുന്നത്, നിന്റെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്, എല്ലാം ഓക്കെ അല്ലേന്ന്. ഇതിനൊരു റിപ്ലൈ കൊടുക്കാതെ ജിയോങ്ങിനകത്ത് കയറി പോവുകയാണ്. ഇവര് തമ്മിൽ മുന്നേ പരിചയമുണ്ട്. അതാണ് ഈ ഒരു രംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്താണ് അവരുടെ ആ ഒരു ബന്ധം എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാത്തിരിക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.